എടാ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തിയാൽ മുഖ്യമന്ത്രി പോയി സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ പരസ്പരം കൈ കൂപ്പും, ചിലപ്പോൾ കൈകൾ ചേർത്ത് പിടിച്ചെന്നിരിക്കും. അതൊക്കെ മര്യാദയുടെ ഭാഗം. അല്ലാതെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും ഇവിടെ പറ്റില്ല. രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പതിവ്. പ്രധാനമന്ത്രി മോദിയുടെ മുന്നിൽ മുഖ്യമന്ത്രി ഇങ്ങനെ വളഞ്ഞു നിന്നത് പേടിച്ചിട്ടാണെന്നാണ് പ്രതിപക്ഷ ഭാഷണം. ആ രണ്ട് കൈയും ചേർന്നുള്ള ഒരു നിൽപ്പുണ്ടല്ലോ, അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. എന്താണ് അത് അന്ന് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് മനസ്സിരുത്തി, ഞാൻ അത്രേ പറയുന്നത്, മനസ്സിരുത്തി നോക്കിയാൽ മതി. അത് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു, മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ സ്വീകരിക്കാൻ പോയി. അപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് വണങ്ങുന്നു. എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇരട്ടച്ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാന്വിതനായി, ഇത്രയും നല്ല മനുഷ്യനായി, ഇത്രയും എളിമയോടുകൂടി നിൽക്കുന്ന ഒരു പടം കണ്ടപ്പോൾ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ 10 പടം ഞാൻ എടുത്ത് കാണിച്ചാലോ? നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ ഏത് സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാറുണ്ട്. അത് സതീശൻ അറിയില്ലെങ്കിൽ സതീശൻ കോൺഗ്രസിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കണം. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇത്രയും വിനയത്തോടുകൂടെ ഒരു പക്ഷേ BJPയുടെ മുഖ്യമന്ത്രിമാർ പോലും നിൽക്കില്ല. അത്രയും അതിവിനയം. മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ, പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച ചിത്രവും നിങ്ങളെടുത്ത് നോക്കൂ, എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്? പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനല്ലേ താൻ പോയത്? എതിർത്ത് പ്രസംഗിച്ച ശേഷം പോയി കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്നാണ് VD സതീശന് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി. എന്തോ കുത്തിപ്പറയുന്നത് പോലെ തോന്നുന്നില്ലേ? നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. എന്താ സർ ചെയ്തത്? അവിടുത്തെ സ്വീകരിക്കലായിരുന്നു. ഏതായിരുന്നു സാഹചര്യം? ഇത് കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേരയിലിരിക്കുന്ന ആർക്കായാലും ഉള്ളത്. അതേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു, സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ? എൻ്റെ ദൈവമേ, എന്നെ കാലം തീറ്റിക്കുകയാണല്ലേ ഇത്. അപ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം? ഞാനെന്തോ ഈ അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട് കുറച്ച് പോകുന്നതാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തിനാണ് അത്തരം ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ, നിങ്ങൾ ഓർത്താൽ മതിയല്ലോ. ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക്. എഴുന്നേറ്റപ്പോൾ തൊട്ട് മുന്നിൽ ചപ്പുറത്തായിട്ട് സുധാകരനുണ്ട്. സുധാകരൻ തിരിയുന്നു, ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ നിങ്ങൾ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. നിങ്ങളുണ്ടെന്ന് ഞാനും കേട്ടു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ്. അല്ല, എനിക്കിവിടെ പരിപാടിയുണ്ട്, എല്ലാം കഴിഞ്ഞു പറഞ്ഞ് ഞാൻ ഇറങ്ങി ഇങ്ങ് പോന്നു. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? നാണമുണ്ടോ ഈ മനുഷ്യൻ? എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സർക്കാർ മുഖ്യമന്ത്രിക്കൊക്കെ വല്ല ഉളുപ്പുണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഞാൻ ഇതുപോലെ പച്ചയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും ഫ്ലൈറ്റിൽ കണ്ടപ്പോ എന്നോട് ചിരിക്കുക പുള്ളി. ഞാൻ തന്നെ നാണം കിട്ടുപോയി. സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് നോക്കി പറഞ്ഞത്? സാധാരണ ഒരു മര്യാദയില്ല, നമ്മളെല്ലാം ആളുകൾ കാണുകയില്ലേ? സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ? അതല്ലേ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചതുകൊണ്ടോ ആണ്. ചിരിക്കും
ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. സ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ. ഇനി സതീശനും പ്രതിപക്ഷവും ആരോപിക്കുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വിനയാന്വിതനായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പിറ്റേന്നു തന്നെ പണിയും കിട്ടി. മകൾ വീണയുടെ എക്സാലോജിക്കിന് CMRL കമ്പനി നൽകിയ പണത്തിൻ്റെ വകുപ്പ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ ഉത്തരവും വന്നു പിന്നാലെ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. എക്സാലോജിക്കിലെ SFIO അന്വേഷണം ആയുധമാക്കി നിയമസഭയിൽ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം. KSIDC അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടതോടെ വിശദീകരിക്കേണ്ട ഗതികേടിൽ സർക്കാർ. ഇത് തീർത്തും ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എങ്ങനെ വേട്ടയാടിയാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രതികൂല വിധി പിണറായിക്കോ പിണറായിയുടെ കുടുംബത്തിനോ എതിരായി ഒരാൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. ഈ കേസ് ഫ്രെയിം ചെയ്തതും വാദിച്ചതല്ല ആരാ? തമ്പി. ആ തമ്പിയാണ് തനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടടോ വല്ലതും ഒക്കെ. ദിസ് ഇസ് എ ഗെയിം ഓഫ് ലീഗൽ ബ്രില്യൻസ്. നരിമൻ കളിക്കട്ടെ. ഈ കളിയുടെ ക്ലൈമാക്സിൽ എനിക്കും തനിക്കൊക്കെ പൊട്ടിച്ചിരിക്കാൻ ധാരാളം വകയുണ്ടാകും. ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആദ്യം തന്നെ പാർട്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട CM പറഞ്ഞതാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയല്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പം അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ്. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും. അല്പം തലയോട്ടി തന്നെ പറയാനും കഴിയും. പൂഞ്ഞാർ സിംഹം PC ജോർജും അദ്ദേഹത്തിൻ്റെ കേരള ജനപക്ഷം സെക്കുലർ പാർട്ടിയും BJPയിൽ ലയിച്ചിരിക്കുന്നു. മാളവരെ ലയിച്ചിരിക്കുന്നു. ഇനി BJPക്ക് കേരളത്തിൽ വെച്ചടി കയറ്റമായിരിക്കും. ക്രിസ്ത്യൻ മതവിഭാഗം ഒന്നടങ്കം മണിപ്പൂർ മറന്ന് BJPക്ക് വോട്ട് ചെയ്യും. കേരള ഭരണം പിടിക്കാനും PC ജോർജ് BJP മുഖ്യമന്ത്രി ആവാനും വരെ സാധ്യതയുണ്ട്. എന്തിനാണ് ഈ പാഷാണത്തിക്രമം ഇങ്ങോട്ട്? ആർക്കറിയാം? ഒന്ന് നിന്റെ ഭാവി ഗവർണർ മാറൻ. ചന്തു എന്താ ഇവിടെ? 2 മാസം മുമ്പ് നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടി, എക്സിക്യൂട്ടീവ് കൂടിയിട്ട് BJPയിൽ ലയിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യണം തീരുമാനമെടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5 അംഗ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ തീരുമാനവും വന്നിരുന്നത് BJP ചേരുക എന്നാണ്. നിന്റെ ഒടുക്കത്തെ വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം.
അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ഡൽഹിയിലെത്തി ലയിക്കാൻ PC ജോർജിനെ കൂടാതെ മറ്റാരൊക്കെയുണ്ട് എന്ന് നോക്കാം. ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് PC? എൻ്റെ കൂടെയോ? എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട്. ഇത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കാക്കനാട്ട്. ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയിൽ ലയിക്കാൻ വരുമ്പോൾ ഈ 3 പേർ മതിയോ? മതി, അത് കൂടുതലാണ്. സത്യത്തിൽ ഞാൻ തന്നെ വന്ന ഇവിടെയൊക്കെ പറയും, ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഇവർ വന്നതാണ്. എന്താണ് PC-യുടെ അടുത്ത പരിപാടി? മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ എത്തുമോ? ഞാൻ അതിനും ചർച്ചയിലേക്ക് പോയിട്ടില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്, എന്നെ വിശ്വസിച്ചോളൂ. രാജ്യസഭ എന്തിനാണ് രാജ്യസഭ ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ഷൻ നിന്ന് കൂട്ടുമടിക്കുന്ന കാര്യം ആലോചിക്കുക, അല്ലാതെ രാജ്യസഭ പോയിട്ടിൻ്റെ കാര്യം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ പ്രതീക്ഷിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ആകുമോ? ഒരു കാരണവശാലും മത്സരിക്കണം എന്ന ഒരു നിർബന്ധത്തോടു അല്ല ഞാൻ നിൽക്കുന്നത്. മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ BJPയുടെ നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറൊരു മാർഗമില്ല. ഇപ്പോൾ BJPയിൽ ലയിച്ച PC ജോർജ് നേരത്തെ ഒരു തവണ NDAയിൽ ഘടകകക്ഷിയായതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ്റെ വിജയത്തിനായി അരയും തലയും മുറുക്കി പ്രവർത്തിച്ചു. അതിനു മുമ്പ് BJPയുടെ ഏക നിയമസഭാ അംഗം O. രാജഗോപാലുമായി ചേർന്ന് ഒറ്റ ബ്ലോക്കായി നിയമസഭയിൽ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ഇപ്പോൾ BJP ചേർന്നിരിക്കുന്ന ഒരാൾ, അയാൾ കുറച്ചു കാലം മുമ്പ് പകുതി BJP ആയിരുന്നു ഈ നിയമസഭയിൽ. ഞാനന്ന് നിയമസഭയിലുള്ളപ്പോൾ O. രാജഗോപാലനും അതുപോലെ ഇപ്പോൾ BJP ചേർത്ത നേതാവും കറുത്ത കുപ്പായൊക്കെ ഇട്ട് നിയമസഭയിൽ വന്നിരുന്നു. രാഷ്ട്രീയ സാഹസികതയുടെ കൂടി പര്യായമായിട്ട് നമ്മളെല്ലാം കാണുന്ന അനീതിക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന PC ജോർജ്. അദ്ദേഹം വന്നതോടുകൂടി NDA സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ്റെ വിജയം 100% സുനിശ്ചിതമായ സാഹചര്യമാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരള ജനപക്ഷം സെക്യുലറിനെ NDAയുടെ ഭാഗമാക്കിയതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭഗവാൻ ജയിച്ചെന്ന് പറയാൻ കഴിയില്ല. ക്ഷമിക്കുക, ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും. യാതൊരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ പിന്തുണയും കൊടുക്കും, യാതൊരു സംശയമില്ല. ഈ NDAക്ക് എന്നാ ഇത്ര അയിത്തം? UDF LDF കയറി BJP എന്ന് പറയേണ്ട കുഴപ്പക്കാരാന്ന് വരുന്നത്. അവരത്ര കുഴപ്പക്കാരാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ പേരുള്ള പതിത്തം ഒന്ന് മാറ്റാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇത്രയും സ്ട്രോങ് നിലപാട് പറയുന്നു. PC തോമസിൻ്റെ കേരള കോൺഗ്രസും വേറൊരു കഷ്ണം കേരള കോൺഗ്രസും ഒക്കെ NDAയിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും പോലെ PC-യും കുറെ കഴിഞ്ഞപ്പോൾ വിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ PC ജോർജ് വീണ്ടും സ്വതന്ത്രനായി. ഇതൊരു മുന്നണിയാണോ എന്ന് അവർ പറയണം. ആരാണ് ഈ മുന്നണി? എന്താണ് മുന്നണി? പ്രവർത്തനം എന്താണ്? പറയണ്ടേ? BJPയുടെ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയാം, എൻ്റെ അനുഭവം പറയുകയാണ്. BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകരെന്ന് പറയുന്നത് 100% ആത്മാർത്ഥതയും നീതിബോധവും ഉള്ളവരാണ്. അത് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ സ്നേഹപ്രകടനം അത്രമാത്രം ശക്തമാണ്. പക്ഷേ നേതാക്കന്മാരുടെ മുഖം ഒന്ന് ചിരിച്ചു കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? സാധാരണ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, ഇത് തോക്കാൻ വേണ്ടി മത്സരിക്കുക. അപ്പോൾ വേറെ ഉദ്ദേശം എന്നുള്ള സംശയം വല്ലതും ഉണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ഇപ്പം പറയുന്നില്ല. എൻ്റെ ഭാവം കൊണ്ട് പറയേണ്ട, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള നമ്മുടെ മഞ്ചേശ്വരം മത്സരിച്ചിരുന്നെങ്കിൽ സുരേന്ദ്രൻ നിയമസഭ വരും. അപ്പോൾ സുരേന്ദ്രൻ വരരുതെന്ന് നേതാക്കന്മാർക്ക് നിർബന്ധമുണ്ട് BJPയുടെ. ആ സുരേന്ദ്രനെ അടിച്ചു കൊല്ലുകയായിരുന്നു ഇവന്മാരെല്ലാവരും കൂടെ. സത്യത്തിൽ വലിയ
എനിക്ക് സങ്കടം തോന്നി. പാവം, വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ നിലയിലൊക്കെ BJP പോകുന്നതെങ്കിൽ പിന്നെ അത് കേന്ദ്ര നേതൃത്വം ഇവന്മാരെ ഉപേക്ഷിച്ചാന്ന് എനിക്ക് തോന്നുന്നു. അല്ല പിന്നെ ഇതാണ് ഇങ്ങനെ ഈ അമിത്ഷാജിയൊക്കെ വലിയ സർവരാ വല്ലഭന്മാരാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ മോഡിജി അദ്ദേഹം ഇതെല്ലാം നോക്കിക്കാണുന്ന ആളാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കുഴപ്പം എനിക്കറിയത്തില്ല. എനിക്ക് തോന്നി അവരെ ഈ ഹിന്ദു അല്ലാത്തതൊന്നും മനുഷ്യരല്ലെന്ന് അവർ തോന്നണത് എനിക്ക്.